ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേതാ മേനോന് സാധ്യതയേറുന്നു. വനിതാ പ്രസിഡന്റ് വരുന്നത് അംഗീകരിച്ച് ജഗദീഷ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയേക്കും. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുമായി ജഗദീഷ് ചർച്ച നടത്തുന്നുണ്ട്. അതേസമയം മത്സരിക്കണോ വേണ്ടയോ എന്ന ആരോപണ വിധേയർ തീരുമാനിക്കട്ടെ എന്നാണ് സന്തോഷ് കീഴാറ്റൂരിന്റെ പ്രതികരണം. നമുക്കാർക്കും അത് പറയാൻ പറ്റില്ല. ആരോപണ വിധേയർ മാറി നിൽക്കണം എന്നൊന്നും. കാരണം ആ പേരിൽ തന്നെയുണ്ട്, ആരോപണ വിധേയം മാത്രമാണ്. അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട കടമ അയാൾക്ക് മാത്രമാണ്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. വളരെ സൗഹൃദ അന്തരീക്ഷത്തിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ആരോപണ വിധേയരെ പിന്തുണയ്ക്കില്ല എന്നാണ് നടൻ രവീന്ദ്രന്റെ നിലപാട്. സൂര്യശ്രീയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. സൂര്യശ്രീ, ജഗദീഷ് നേരത്തെ പറഞ്ഞതനുസരിച്ച് ഒരു വനിതാ പ്രസിഡന്റ് വരികയാണെങ്കിൽ താൻ മത്സരരംഗത്ത് പിന്മാറുമെന്നതാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പരിഗണിക്കുന്നുണ്ട്. ഒരുപക്ഷെ മമ്മൂട്ടി, മോഹൻലാലും ഒക്കെയായി സംസാരിച്ച് ഇന്ന് തന്നെ തീരുമാനം കൈക്കൊണ്ടേക്കും. അങ്ങനെയാണോ അദ്ദേഹം പറഞ്ഞത്? അനുജ, താരസംഘടനയായ അമ്മയുടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏതാനും ദിവസങ്ങൾ ബാക്കി നിൽക്കെ തന്നെ ചൂടുപിടിക്കുന്ന വാർത്തകൾ തന്നെയാണ് താരസംഘടനയിൽ നിന്ന് പുറത്തു വരുന്നത്. താരസംഘടനയായ അമ്മയുടെ തലപ്പത്തേക്ക് ശ്വേതാ മേനോന് സാധ്യതയേറുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കാരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ സമർപ്പിച്ചിരുന്ന ജഗദീഷ് ഈ സ്ഥാനത്ത് മത്സരിക്കാനില്ല, താൻ ഒരു വനിതാ തലപ്പത്തേക്ക് വരികയാണെങ്കിൽ പിന്മാറാൻ തയ്യാറാവുകയാണെന്നതടക്കമുള്ള വാർത്തകളാണ് ജഗദീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നടൻ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരുമായി താൻ സംസാരിച്ചിരുന്നു. ഇവരുമായി കൂടിയാലോചിച്ച ശേഷം ഇന്ന് രാത്രി തന്നെ ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുമെന്നാണ് ജഗദീഷ് പറഞ്ഞിരിക്കുന്നത്. താരസംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത എത്തുന്നതിൽ തനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത്തരത്തിലൊരു വനിതാ പ്രാതിനിധ്യം ഉണ്ടാവുകയാണെങ്കിൽ താൻ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറാകുമെന്നാണ് ജഗദീഷ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ശ്വേതാ മേനോന് തന്നെയാണ് സാധ്യത ഉണ്ടാകുകയാണെങ്കിൽ. വർഷങ്ങളായി ഇത്തരത്തിൽ അമ്മ സംഘടന ഭരിക്കുന്നത് പുരുഷന്മാരാണ്. ഇത്തരത്തിൽ വർഷങ്ങളായി പുരുഷന്മാർ നേതൃത്വം വഹിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു സ്ത്രീയുടെ കടന്നുവരവ് ഒരുപക്ഷെ ഇത് ചരിത്രത്തിൽ ആദ്യമായിരിക്കും. ശ്വേതാ മേനോനാണ് സാധ്യതയെങ്കിൽ ഇത് ഒരു ചരിത്ര തീരുമാനം തന്നെയായിരിക്കും ഇത്തരത്തിൽ താരസംഘടനയിൽ നിന്ന് തന്നെ ഉണ്ടാവുക. ഏതായാലും അതേസമയം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകിയതിൽ നിന്ന് നടൻ രവീന്ദ്രൻ അടക്കമുള്ളവർ പിന്മാറിയിരിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിൽ ആരോപണ വിധേയർക്കെതിരെ ഒരു കടുത്ത മത്സരം നടപ്പാക്കാൻ തന്നെയാണ് പലരുടെയും തീരുമാനം. ഇത്തരത്തിൽ മറ്റു നോമിനേഷനുകളിൽ നിന്ന് പിന്മാറി പ്രസിഡന്റ് സ്ഥാനം അടക്കമുള്ള നോമിനേഷനുകൾ താൻ പിൻവലിക്കുന്നതായും ആരോപണ വിധേയർ മത്സരിക്കുന്ന ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രം മത്സരിക്കുന്നതായാണ് നടൻ രവീന്ദ്രൻ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. അതുതന്നെയാണ് സന്തോഷ് കീഴാറ്റൂരിന്റെയും പ്രതികരണം. ആരോപണ വിധേയർ ഇത്തരത്തിൽ സംഘടനയുടെ തലപ്പത്തേക്കുള്ള മത്സരത്തിൽ ആരോപണ വിധേയർ മത്സരിക്കണമെന്ന് താരസംഘടന അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നാണ് ജഗദീഷ് പിന്മാറിയേക്കുമെന്ന വാർത്ത വരുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി എന്നിവരുമായി സംസാരിച്ച ഇക്കാര്യത്തിൽ ഇന്ന് രാത്രി തന്നെ അന്തിമ തീരുമാനമുണ്ടാകും എന്നതാണ് ജഗദീഷ് അറിയിച്ചത്.